കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയെ തള്ളി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രാഷ്ട്രീയ നിയമനം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ച് സജി ചെറിയാൻ. കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത് ഇമെയിൽ അയക്കലല്ല, പകരം പാട്ടും ഡാൻസുമാണ്. നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ചാൻസലർ നടപടിയെടുക്കട്ടെ എന്നും സജി ചെറിയാൻ തൃശ്ശൂരിൽ പറഞ്ഞു. സാനു കെ സജി ചേരുന്നു. സാനു, മന്ത്രിയുടെ പ്രതികരണം എന്ത് അടിസ്ഥാനത്തിൽ ആണ്? ഒരു വെല്ലുവിളി തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ സാനു? അനിൽ നമ്പ്യാർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായിട്ടുള്ള 2022 ഗവർണറുടെ അധികാരം എടുത്തു കളയാൻ വേണ്ടി സർക്കാർ രാഷ്ട്രീയ നിയമനം നടത്തിയ ചാൻസലർ കൂടിയാണ് മല്ലിക സാരാഭായി. ഈ മല്ലിക സാരാഭായി കലാമണ്ഡലത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഏതാനും ദിവസം മുൻപ് ഉന്നയിച്ചിരുന്നു. അതായത് രാഷ്ട്രീയ നിയമനം, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം കലാമണ്ഡലത്തിലുള്ള ഒരാൾക്ക് പോലും, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു മെയിൽ പോലും അയക്കാൻ അറിയില്ല, ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മല്ലിക സാരാഭായി തുറന്നടിച്ചിരുന്നു. അത് വലിയ തിരിച്ചടി, CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് മല്ലിക സാരാഭായിനെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് സജി ചെറിയാൻ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ നിയമനം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ പഠിക്കുന്നത് പാട്ടും ഡാൻസുമാണ്, ഇമെയിൽ അയക്കലല്ല എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. കാരണം മല്ലിക സാരാഭായി അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഇമെയിലിന് മറുപടി പോലും അയക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ രാഷ്ട്രീയ നിയമനത്തിലൂടെ കടന്നു കയറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിൽ CPM-ന്റെ ആൾക്കാരെ അവിടെ കുത്തി നിറയ്ക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മല്ലിക സാരാഭായി അന്ന് തുറന്നടിച്ചിരുന്നു. ആ ഒരു ആരോപണത്തിന്, അല്ലെ ആ ഒരു ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇന്ന് മല്ലിക സാരാഭായിനെ വെല്ലുവിളിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിയമനങ്ങളിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ചാൻസലർ നടപടിയെടുക്കട്ടെ എന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം കാണാം. അവിടെ ഡാൻസും പാട്ടും അല്ലേ, അവിടെ എന്തിനാ ഇമെയില്? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറച്ച് കുഴപ്പമുണ്ടാക്കാതെ അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ നിയമനം സ്വീകരിക്കാം. പൂർണ്ണ അധികാരം അവർക്കുണ്ട്. പൊന്നെ എനിക്കറിയില്ല, അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ എങ്ങനെ അറിയിക്കുന്നത്? അവിടെ ഡാൻസ് അല്ലേ, അവിടെ ഇമെയിൽ എന്തിനാ അയക്കുന്നത്? ഡാൻസ് നടത്തിയ പോലെ അവിടെ ഡാൻസും പാട്ടും അല്ലേ, അവിടെ എന്തിനാ ഇമെയില്? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറച്ച് കുഴപ്പമുണ്ടാക്കാതെ. കേരള കലാമണ്ഡലത്തിലെ നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ എന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ.